ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ. പക്ഷേ ഇവിടെ കുറച്ച് മഴയും പ്രളയവും ഒക്കെ ആയിരുന്നു ദുബായിൽ, UAE മൊത്തം. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തിരുന്നാലും നമ്മൾ ഫുഡ് മെയിൻ ആണല്ലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കുറുമയാണ് കേട്ടോ. അത് ബട്ടറൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പൊടിക്കൈകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവസാനം വരെ വീഡിയോ കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു മഷ്റൂം കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം തന്നെ എടുത്തോളൂ. കാരണം മഷ്റൂം കുറച്ച് പഴകിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഫംഗസ് ആണ് ഐറ്റം. അതുകൊണ്ടിട്ട് നല്ല ഫ്രഷ് തന്നെ വേണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറാണ് വെച്ചേക്കുന്നത്. അടികട്ടിയുള്ളൊരു പാത്രം കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കുക്കർ എടുത്തേക്കുന്നത്. നമ്മളിത് കുക്കറായിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം ആദ്യം തന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത മഷ്റൂമാണ് ചേർത്ത് കൊടുത്തത്. ഇത് ഏത് മഷ്റൂമാണെന്ന് എന്നോട് ചോദിക്കരുത്. ഞാനിപ്പം സഫാരിയിൽ പോയി കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് വന്നതാണ്. അപ്പം അതിൻ്റെ കവറ് മാറ്റിയത് കൊണ്ടിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് മഷ്റൂംസ് അവിടെ അവൈലബിൾ ആണ്. അതിലേതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഉപ്പൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കിയ കുറുമ കഴിച്ചിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെള്ളം പോലെ ഇരിക്കും അതാ ഒരു മഷ്റൂം കടിക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തുണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. കറി ലീവ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ശരിക്കും ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു മീറ്റിൻ്റെ ടേസ്റ്റ് ആയിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ ചുങ്ങി വരും കേട്ടോ. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഫുള്ള് വറ്റി എല്ലാം റെഡി ആയപ്പോൾ ഞാനിതൊന്ന് കോരി മാറ്റാൻ പോവാണ്. അപ്പോൾ ഒറ്റ പാനാണ് ഞാനിതിനെല്ലാത്തിനും കൂടി യൂസ് ചെയ്യുന്നുള്ളൂ. 1 പോട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ എടുക്കാം. ഒരു ബ്ലാക്ക് കളർ പോലെ ഇതേപോലെ ആയി വരും കേട്ടോ മഷ്റൂം. ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ചൂയിയായിട്ടിരിക്കും. വെള്ളമയം ഒട്ടും ഉണ്ടാവില്ല. ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുക, എന്നിട്ട് ഉറപ്പ് വരുത്താം. ആദ്യം കറി ലീവ്സ് ചേർത്ത് കൊടുത്തു. എണ്ണ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ മഷ്റൂം വറുത്തത്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചും നീളത്തിൽ കീറിയിട്ടു. പിന്നെ സവാള ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടെല്ലാം വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഒരല്പം കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കാരണം മഷ്റൂമിൻ്റെ കൂടെ വെളുത്തുള്ളിയും ബട്ടറും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. നമ്മൾ വേറെ മുളകൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക്, അതായത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആ കളറിനും, പിന്നെ ഇത് ഫംഗസ് ആണല്ലോ, അപ്പോൾ എപ്പോഴും മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. പിന്നെ ഗരം മസാല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. വെജിറ്റബിൾ കറിയൊക്കെ ആകുമ്പോൾ ഒരല്പം മാത്രമേ ഇടാവുള്ളൂ. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഒരല്പം ഇട്ടു, കാരണം മഷ്റൂം ആയതുകൊണ്ട് അതിൽ നല്ലതാണ്. പിന്നെ കുറുമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുരുമുളക് പൊടി ഇടുമല്ലോ. നന്നായിട്ട് വഴറ്റി പച്ചമണം മാറിയപ്പോൾ ഒരല്പം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ പകുതിയാണ് കേട്ടോ ഒഴിച്ചത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലാത്തത്, ഓൾറെഡി ആ എണ്ണയ്ക്ക് ഉപ്പ് ഉണ്ടായിരുന്നു മഷ്റൂം വറുത്തതിൻ്റെ, അതുകൊണ്ടിട്ടാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് വേവണം കേട്ടോ. വഴറ്റിയത് കൂടാതെ ഒന്ന് വേവും കൂടി വേണം. എന്നിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 2-3 മിനിറ്റ് വെന്തൊന്ന് ഇതേപോലെ വന്നാൽ മതി. ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്തു. ഏറ്റവും അവസാനമാണ് നമ്മൾ മഷ്റൂം വറുത്തത് ചേർക്കുന്നത്. ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കഴിക്കുവാണെങ്കിൽ ഒട്ടും തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കറിയൊന്നും അങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കില്ല. അപ്പോൾ പുറത്തൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. ആ ഒരു മഷ്റൂം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റിലായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഫ്രൈ ആയിട്ടാണ് അവസാനം ചേർക്കുന്നത് ഞാൻ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അവസാനത്തെ പൊടിക്കൈയായിട്ട് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ ഒരല്പം ഏലക്ക പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്തു, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പീസ് ബട്ടറും ഇതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബട്ടർ ഇപ്പം തന്നെ അങ്ങ് ചൂട് കൊണ്ട് ഉരുകിപ്പോക്കോളും. ഉരുകിപ്പോയി കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. മഷ്റൂമും ബട്ടറും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങളൊന്ന് ബട്ടർ മഷ്റൂം കുറുമ ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഏത് റെസിപ്പി വേണ്ടതെന്നും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.